വിദ്യാർത്ഥികളെ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാം വർഷ സാമ്പത്തിക ശാസ്ത്രത്തിലെ മൈക്രോ എക്കണോമിക്സിലെ ഒന്നാം പാഠത്തിലെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതാണ് ഒരു സാമ്പത്തിക ശാസ്ത്രം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനെ ബേസ് ചെയ്തിട്ട് അസൈൻമെന്റും നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ വളരെയേറെ കാര്യക്ഷമതയോടുകൂടി സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങളുടെ ഭാവി ഈ സാമ്പത്തിക ശാസ്ത്രത്തിലൂടെ തന്നെ തുറന്നു വരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ വർഷം ധാരാളം ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട്, ടൂൾ എന്ന് പറയുമ്പോൾ ഡയഗ്രവും ടേബിളൊക്കെ ഉപയോഗിച്ച് സാമ്പത്തിക ശാസ്ത്രം പഠിച്ചു. ഈ വർഷം നമ്മൾ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൂം ടു പ്രൊഡ്യൂസ് എന്ന ഈ പ്രശ്നം ടൂളുകൾ ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടി പോകുന്നു. എപ്പോഴും നമ്മുടെ മനസ്സിൽ പതിയേണ്ട ഒരു കാര്യം, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് ഇറ്റ് സ്കേഴ്സ് റിസോഴ്സ്. വിഭവങ്ങളുടെ അപര്യാപ്തതയുണ്ട്, പക്ഷേ ആഗ്രഹങ്ങൾ അനവധിയാണ്. ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ പാകത്തിലുള്ള റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങൾ നമുക്കില്ല എന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. വിഭവങ്ങൾ കൂടുതലും ആഗ്രഹങ്ങൾ കുറവുമായിരുന്നെങ്കിൽ നമുക്ക് ഈ സാമ്പത്തിക ശാസ്ത്രം പഠിക്കേണ്ട കാര്യമില്ല, ഈ ശാസ്ത്രമേ ഇല്ലായിരുന്നു. പക്ഷേ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് ഇറ്റ് സ്കേഴ്സ് റിസോഴ്സ്. ഒന്ന് ലഭിക്കുമ്പോൾ നമുക്ക് വീണ്ടും അടുത്തത് ലഭിക്കണമെന്നുള്ള ആഗ്രഹം, പക്ഷെ നിറവേറ്റാനുള്ള വിഭവം നമ്മുടെ കയ്യിൽ ഇല്ലാതായി മാറുന്നു. അതാണ് പ്രശ്നം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂള് അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ കൂടുതൽ കാര്യക്ഷമമായി വിശകലനം ചെയ്യാൻ വേണ്ടി എങ്ങനെ ഈ ലിമിറ്റഡ് റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഉപയുക്തത ചെയ്യാം എന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന ടൂളിലൂടെ നമ്മൾ വ്യക്തമാകും. അതിൽ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നതിനെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നും പറയാറുണ്ട്. ഈ കർവില് കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച് പരമാവധി ഉൽപാദനം എങ്ങനെ നടത്താമെന്ന് നമ്മൾ കാണുന്നു. ഇവിടെ രണ്ട് വ്യത്യസ്തങ്ങളായ വസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് കരുതുക. ഒന്നാമത്തെ വസ്തു എക്സ്, രണ്ടാമത്തെ വസ്തു വൈ, അതായത് ഗുഡ് എക്സ് ഗുഡ് വൈ. ഇതൊരു ഡയഗ്രത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് നമ്മൾക്കിത് പഠിക്കാൻ കഴിയും. നമ്മൾ കൃഷിക്കാരായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, നമ്മൾക്ക് 1 ഏക്കർ സ്ഥലമുണ്ട് എന്ന് കരുതുക. അതിൽ 1/2 ഏക്കർ സ്ഥലത്ത് കപ്പ നടുന്നു, 1/2 ഏക്കർ സ്ഥലത്ത് വാഴ വയ്ക്കുന്നു. കപ്പയുടെ വില വളരെയേറെ കുറഞ്ഞതുകൊണ്ട് കുറച്ചധികം വാഴ വയ്ക്കാമെന്ന് തീരുമാനിക്കുന്നു. 1 ഏക്കർ സ്ഥലമേ ഉള്ളൂ, 1/2 ഏക്കർ കപ്പ, 1/2 ഏക്കർ വാഴ. അപ്പോൾ വാഴയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കപ്പയെ നട്ട സ്ഥലം കുറച്ചും കൂടി എടുക്കണം. അപ്പോൾ കപ്പയുടെ ഉൽപാദനം കുറച്ചുകൊണ്ട് വാഴയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. അതുപോലെ ഗുഡ് എക്സിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഗുഡ് വൈയുടെ ഉൽപാദനം കുറയ്ക്കേണ്ടതായി വരും. അപ്പോൾ ഗുഡ് എക്സ് എന്നുള്ളത് മെഷീനറി ആകാം, ഗുഡ് വൈ എന്നുള്ളത് റൈസ് ആകാം. ഇവിടെ രണ്ട് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുന്നത് നമ്മളൊരു സിംബോളിക് ആയിട്ട് പറയുന്നതാണ്. രണ്ട് വസ്തുക്കളല്ല, ഒരു സമ്പദ് വ്യവസ്ഥയിൽ എത്ര നിരവധി വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടെ രണ്ട് എന്ന് നമ്മൾ പറയുന്നതിന്റെ കാര്യം, നമ്മളുടെ ടൂളില്, നമ്മുടെ ഡയഗ്രത്തില് 2 ഡയമെൻഷണൽ ആയതുകൊണ്ട് രണ്ട് കാര്യങ്ങളെ രേഖപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ പ്രശ്നങ്ങൾ കൂടുതലായി നന്നായി പഠിക്കാം. അതിനു മുമ്പ് നമുക്ക് ഒരു ടേബിളിലൂടെ കാര്യങ്ങൾ കൂടുതലായിട്ട് വിശദമാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ടേബിൾ കാണാം. കുട്ടികളെ നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ ഉൽപാദന സാധ്യത ഫ്രോണ്ടിയർ അല്ലെങ്കിൽ ഉൽപാദന സാധ്യത വക്രം, ലഭ്യമായ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധിയുള്ള ഉപയോഗത്തിന്റെ പരിധി, അതാണ് ഉൽപാദന സാധ്യത വക്രം എന്ന് പറയുന്നത്. എന്തുമാത്രം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, എവിടെ വരെ, അതിന് ബേസ് ചെയ്തിട്ടൊരു ചാർട്ടാണ് ഉള്ളത്. ഇതിന് കോമ്പിനേഷൻ ഉണ്ട്, ABCDE കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഇവിടെ 2 ഗുഡ് ആണുള്ളത്, ഗുഡ് 2 ഉള്ളത്, ഗുഡ് എക്സ് ഗുഡ് വൈ.
ഈ ഗുഡ്സ് എന്തുമാകാം, സാധനങ്ങൾ എന്തുമാകാം. അവസാനത്തെ കോളം നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട, അത് MOC എന്ന് മാത്രം ഓർമ്മയിൽ നിങ്ങൾ വെച്ചാൽ മതി. നോക്കുക വേണ്ട, അത് പറഞ്ഞുതരാം. ഇവിടെ കോമ്പിനേഷൻ A ആണ്. ഈ കോമ്പിനേഷനിൽ രണ്ട് വസ്തുക്കളുണ്ട്, ഗുഡ് എക്സും ഗുഡ് വൈ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഉപയോഗം നടത്തുന്നു, ഉപയുക്തമാക്കുന്നു, പരമാവധി വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. രണ്ട് വസ്തുക്കളാണുള്ളത്. രണ്ട് വസ്തുക്കളും ഒരേപോലെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. ഒന്ന് പരമാവധിയാകുമ്പോൾ ഒന്ന് വളരെ താഴെയാകും. ഇവിടെ ശ്രദ്ധിക്കുക, ഗുഡ് എക്സ് ഉൽപ്പാദിപ്പിക്കുന്നില്ല, ഗുഡ് എക്സ് 0. അപ്പോൾ ഗുഡ് വൈ പരമാവധി ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു, ഗുഡ് വൈ 10 ആണ്. ഗുഡ് വൈ 10 അത് മാക്സിമത്തിൽ നിൽക്കുന്നു. ഇവിടെ ഗുഡ് എക്സ് 1 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചപ്പോൾ ഗുഡ് വൈയിൽ ഒരു കുറവ് വന്നേ പറ്റുകയുള്ളൂ. അപ്പോൾ ഗുഡ് വൈ 1 യൂണിറ്റ് കുറഞ്ഞ് 9 ആയി. ഗുഡ് എക്സ് 2 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചപ്പോൾ ഇവിടെ ഗുഡ് വൈ ഇവിടെ 2 യൂണിറ്റ് കുറഞ്ഞ് 9 നിന്ന് 7 ആയി മാറി. വീണ്ടും ഗുഡ് എക്സ് ഡി എന്ന് പറയുന്ന കോമ്പിനേഷനിൽ 3 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ ഗുഡ് വൈ അവിടെ കുറഞ്ഞേ പറ്റുള്ളൂ. ഗുഡ് വൈ അവിടെ വീണ്ടും 7 നിന്ന് 4 ആയി മാറി, 3 യൂണിറ്റ് കുറഞ്ഞു. ഗുഡ് എക്സ് ഇ എന്ന കോമ്പിനേഷനിൽ 4 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു, പരമാവധി ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ ഗുഡ് വൈ 0 ആയി. ഗുഡ് എക്സ് കൂടുതലായി ഉൽപ്പാദിപ്പിച്ചപ്പോൾ ഗുഡ് വൈ ഇവിടെ സാക്രിഫൈസ് ചെയ്തു, ത്യജിച്ചു. എത്ര യൂണിറ്റ്? 4 യൂണിറ്റ്. 4ഉം 0ഉം തമ്മിലുള്ള വ്യത്യാസം. ഇവിടെയുള്ള ഈ ത്യാഗം, ഈ ത്യജിക്കൽ, ഈ സാക്രിഫൈസ് ആണ് MOC. MOC എന്ന് പറഞ്ഞാൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് ഒരു വസ്തു അധികരിച്ച് ഉൽപ്പാദിപ്പിച്ചപ്പോൾ വേറെ ഒരു വസ്തുവിന് വന്ന ത്യാഗം, ത്യജിക്കൽ, സാക്രിഫൈസ് ആണ്. അതിന്റെ റേഷ്യോ ആണ്, അതിന്റെ അളവാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. മലയാളത്തില് അവസരാത്മക ചെലവ് എന്ന് പറയും. ഒരിക്കൽ കൂടെ പറയാം. ഇവിടെ കോമ്പിനേഷൻ ABCD ഉണ്ട്. നോക്കൂ വിദ്യാർത്ഥികളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചാർട്ടാണിത്. ഒരിക്കൽ കൂടെ പറയാം വിദ്യാർത്ഥികളെ, കോമ്പിനേഷൻ ABCDE. 2 ഗുഡ്സ് ഉണ്ട് ഇവിടെ, ഗുഡ് എക്സ്, ഗുഡ് വൈ. MOC കുറിച്ച് നമ്മൾ പിന്നെ പറയും. ഗുഡ് എക്സില് 0, 1, 2, 3, 4. അതായത് ആദ്യമേ ഗുഡ് എക്സ് എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കുന്നില്ല, അതാണ് 0. അവിടെ ഗുഡ് വൈയുടെ ഉൽപാദനം മാക്സിമം ആണ് 10. ഇവിടെ റിസോഴ്സ് ലിമിറ്റഡ് ആണ്, വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരമാവധി വിനിയോഗമാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ നടത്തുമ്പോൾ ഗുഡ് എക്സ് ഇവിടെ 0 ഉൽപ്പാദിപ്പിക്കുന്നേ ഇല്ല. എന്തിനു വേണ്ടി? ഗുഡ് വൈ പരമാവധി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി. അടുത്തത് ബി എന്ന കോമ്പിനേഷനിൽ ഗുഡ് എക്സ് 1 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു. ഇവിടെ 1 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഇവിടെ അതനുസരിച്ചുള്ള ഒരു കുറവുണ്ടായേ പറ്റുള്ളൂ. ഇവിടെ 10, 9 ആയി മാറി, 1 യൂണിറ്റ് കുറഞ്ഞു. ഇവിടെ സി എന്ന കോമ്പിനേഷനിൽ ഗുഡ് എക്സ് 2 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ ഇവിടെ ഗുഡ് വൈ വീണ്ടും കുറഞ്ഞ് 9 നിന്ന് 7 ആയി മാറി. 9, 7 ആയി മാറിയപ്പോൾ അതാണ് 2. കോമ്പിനേഷൻ ഡി ഗുഡ് എക്സ് 3 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു. ഗുഡ് വൈ ഇവിടെ കുറഞ്ഞേ പറ്റുള്ളൂ. 2 ഉൽപ്പന്നവും ഒരേപോലെ വർദ്ധിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഗുഡ് എക്സ് 3ലേക്ക് വന്നപ്പോൾ ഗുഡ് വൈ 7 നിന്ന് 4ലേക്ക് കുറഞ്ഞു. 5ാമത്തെ കോമ്പിനേഷൻ ഈ കോമ്പിനേഷനിൽ ഗുഡ് എക്സ് പരമാവധി ഉൽപ്പാദിപ്പിച്ചു 4 യൂണിറ്റ്. അപ്പോൾ ഗുഡ് വൈ ഒന്നും ഉൽപ്പാദിപ്പിച്ചില്ല, 4 നിന്ന് 0 മാറി. ഇവിടെയാണ് നമ്മൾ MOCയെ കാണുന്നത്. MOC എന്ന് പറഞ്ഞാൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് അധികരിച്ച 1 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി
സാക്രിഫൈസ് ചെയ്യുന്ന മറ്റേ വസ്തുവിന്റെ റേഷ്യോ അല്ലെങ്കിൽ അളവ്. ഉദാഹരണത്തിന്, ഒരു വസ്തു അധികരിച്ച ഒരു വസ്തു ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കുറവ് വരുത്തുന്ന, ത്യജിക്കുന്ന, ത്യാഗം ചെയ്യുന്ന മറ്റേ വസ്തുവിന്റെ അളവ് അല്ലെങ്കിൽ റേഷ്യോ, അതാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ അവസരാത്മക ചെലവ് എന്ന് പറയും. ഇവിടെ തന്നെ ശ്രദ്ധിക്കുക, ഗുഡ് എക്സ് ഒന്നുമില്ലായ്മയിൽ നിന്ന് 1 യൂണിറ്റായി വർദ്ധിച്ചപ്പോൾ ഗുഡ് വൈ 10 യൂണിറ്റ് ഉണ്ടായിരുന്നത് 1 യൂണിറ്റ് സാക്രിഫൈസ് ചെയ്തു. ഇത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ കുറവ് വരുത്തിയതിന്റെ റേഷ്യോ, അതാണ് 1. ഇവിടെ ഗുഡ് എക്സ് 2 യൂണിറ്റായി വർദ്ധിച്ചു, ഗുഡ് വൈ 9 നിന്ന് 7 കുറഞ്ഞു. 9 നിന്ന് 7 കുറഞ്ഞപ്പോൾ 2 യൂണിറ്റ്, അതാണ്. ഗുഡ് എക്സ് 3 യൂണിറ്റായി വർദ്ധിച്ചു, അപ്പോൾ ഗുഡ് വൈ 7 യൂണിറ്റിൽ നിന്ന് 4 യൂണിറ്റായി കുറഞ്ഞു, അതാണ് ഇവിടെയുള്ള MOC. ഗുഡ് എക്സ് പരമാവധിയിലെത്തി 4 യൂണിറ്റായി, ഗുഡ് വൈ ഒന്നും ഉൽപ്പാദിപ്പിച്ചില്ല, 0ത്തിലേക്ക് വന്നു. ഇവിടുത്തെ സാക്രിഫൈസ്, ത്യാഗം, ത്യജിക്കൽ 4 യൂണിറ്റ്. അപ്പോൾ ഒരു വസ്തു കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മറ്റൊരു വസ്തുവിൽ വരുന്ന കുറവിന്റെ റേഷ്യോ അല്ലെങ്കിൽ അതിന്റെ അളവ്, അതാണ് അവസരാത്മക ചെലവ് അല്ലെങ്കിൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. കാര്യങ്ങൾ പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. അവസരാത്മക ചെലവ് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. അത് നന്നായി നിങ്ങൾ പഠിക്കണം. ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോഴും PSC പരീക്ഷയ്ക്കും സാധാരണ ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു വസ്തുവിന് വേണ്ടി ത്യജിക്കുന്ന മറ്റൊരു വസ്തുവിന്റെ അളവാണ് അവസരാത്മക ചെലവ്. ഒരു വസ്തു കൂടുതലായി ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി ത്യജിക്കുന്ന മറ്റൊരു വസ്തുവിന്റെ അളവാണ് അല്ലെങ്കിൽ റേഷ്യോ ആണ് അവസരാത്മക ചെലവ്. ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞുതരാം. MOC is the rate of sacrifice of one commodity to an extra unit of other commodity. ഒരിക്കൽ കൂടെ, marginal opportunity cost is the rate of sacrifice of one commodity to an extra unit of other commodity. കുട്ടികൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. Okay, now we are going to study what is production possibility curve. Production possibility curve or PPC. Production possibility curve, short form PPC. നമ്മൾ കഴിഞ്ഞ ടേബിളിൽ കണ്ടു, ഗുഡ് എക്സ്, ഗുഡ് വൈ, 2 ഗുഡ്സ്, അതിന്റെ ഉൽപാദനം, ഒരു വസ്തുവിന്റെ ഉൽപാദനം കൂടിയപ്പോൾ മറ്റൊരു വസ്തുവിന്റെ ഉൽപാദനം കുറഞ്ഞു. ഇവിടെ ഗുഡ് എക്സ് ഉൽപ്പാദിപ്പിക്കുന്നില്ല, 0 യൂണിറ്റ് ആണ്. അപ്പോൾ ഗുഡ് വൈ പരമാവധി ഉൽപ്പാദിപ്പിച്ചു 10. അപ്പോൾ നമ്മൾ അവിടെ 0യ്ക്ക് നേരെ മുകളില് 10 അടയാളപ്പെടുന്നു. കാരണം 10 യൂണിറ്റ്സ് വൈ ഉൽപ്പാദിപ്പിച്ചു, എക്സ് 0 ആണ്. 0യിൽ നിന്ന് ഗുഡ് എക്സ് 1 യൂണിറ്റായി വർദ്ധിച്ചു. അപ്പോൾ ഗുഡ് വൈ 10ൽ നിന്ന് 1 യൂണിറ്റ് കുറഞ്ഞു. 2 വസ്തുക്കളും ഒരേപോലെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഒരു വസ്തുവിന്റെ ഉൽപാദനം കൂടുന്നതിനനുസരിച്ച് മറ്റൊരു വസ്തുവിന്റെ ഉൽപാദനം കുറയും. അപ്പോൾ ഗുഡ് വൈ 10ൽ നിന്ന് 1 യൂണിറ്റ് കുറഞ്ഞ് 9 അപ്പോൾ ഈ 1ന് നേരെ 9ന്റെ അവിടെ നമ്മൾ അടയാളപ്പെടുത്തുന്നു. വീണ്ടും ഗുഡ് എക്സ് 1 യൂണിറ്റിൽ നിന്ന് 2 യൂണിറ്റായി വർദ്ധിച്ചു. ഗുഡ് വൈ 9ൽ നിന്ന് 7 കുറഞ്ഞു. ഇവിടെ വീണ്ടും ഗുഡ് എക്സ് 2 യൂണിറ്റിൽ നിന്ന് 3 യൂണിറ്റായി വർദ്ധിച്ചു. ഗുഡ് വൈ 7ൽ നിന്ന് 4 യൂണിറ്റായി കുറഞ്ഞു. വീണ്ടും ഗുഡ് എക്സ് അതിന്റെ പരമാവധി ഉൽപാദനത്തിലെത്തി എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് 4 യൂണിറ്റിലേക്ക് എത്തി, പരമാവധിയായി.
ഗുഡ് വൈ അപ്പോൾ അതിന്റെ ഉൽപാദനം തീർന്നു, സീറോയിലേക്ക് എത്തി. അപ്പോൾ ഗുഡ് വൈ സീറോയിലെത്തിയപ്പോൾ ഗുഡ് എക്സ് അതിന്റെ മാക്സിമത്തിലെത്തി, 4-ലെത്തി. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് കർവായി വരയ്ക്കുന്നു. ഇതിനെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരു കർവായി വരയ്ക്കുന്നു. ഒറ്റവരെയുമാണല്ലോ, കർവായി വരച്ചു. ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ PPC എന്ന് പറയുന്നു. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈസ് ദ locus of different combination of two goods produced with the given resources. PPCയുടെ ഡെഫിനിഷൻ ആണ്, ഒരിക്കൽ കൂടെ പറയുന്നു. PPC is the locus of different combination of two goods produced with the given resource. അതായത് മുത്തുകൾ കോർത്തൊരു മാല പോലെ വ്യത്യസ്ത ജോഡികളായ രണ്ട് വസ്തുക്കൾ തമ്മിൽ യോജിപ്പിച്ച് കിട്ടുന്ന വക്രം, അതാണ് PPC. എന്താണ് PPCയുടെ ഷേപ്പ്? എന്താണ് PPCയുടെ രൂപം? അത് കോൺകേവ് ആണ്. എന്താണ് കാരണം? അത് MOC ഇൻക്രീസ് ചെയ്യുന്നു. MOC നമ്മൾ പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞു, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഒരു വസ്തു അധികമായി ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി മറ്റൊരു വസ്തു സഹിക്കുന്ന ത്യാഗത്തിൻ്റെ റേഷ്യോ, അതാണ് MOC. അത് വർദ്ധിക്കുന്നത് കൊണ്ടാണ് കോൺകേവ് ഷേപ്പ് ആകുന്നത്. ഉൽപാദന സാധ്യത വക്രം, ഇതാണ് ഇതിന്റെ പരമാവധി ഉൽപാദനം നടക്കുന്ന കർവാണിത്. ലഭ്യമായ വസ്തുക്കൾ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മുകളിലത്തെ ഏറ്റവും ഉയർന്ന പരിധി ആണ് ഇത്. കാര്യങ്ങൾ പിടികിട്ടിയെന്ന് തോന്നുന്നു. ഉൽപാദന സാധ്യത വക്രം ഈ കർവാണ് അതിന്റെ ഉൽപാദനത്തിന്റെ ഏറ്റവും മുകളിൽ, ഏറ്റവും പരിധി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വേറെ ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിന് താഴെ 1-2 പോയിന്റുകൾ ഉണ്ട് എന്ന് കരുതുക. K, M പല യൂണിറ്റ് ഏതെല്ലാം പേരിൽ ഉണ്ട് എന്ന് കരുതുക. ഇത് ഈ ഉൽപാദന സാധ്യത വക്രത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ പരിധിയുടെ താഴെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആണ്. ഈ പറയുന്ന KMN ഏതെല്ലാം പോയിന്റോ ഈ പരിധിയിൽ നിന്ന് താഴെ വരുമ്പോൾ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആണ്. ഈ പരമാവധി ഉൽപാദനത്തിന് പറയുന്ന പേര് ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്നാണ്. ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. ഈ 2 കാര്യങ്ങൾ കൂടെ നിങ്ങൾ ഓർമ്മ വെക്കണം. ഓക്കെ, 2 കാര്യങ്ങൾ കൂടെ ഇവിടെ പറയാനുണ്ട്. ഈ PPC കർവിന് വലതുവശത്തേക്ക് വീണ്ടും നമുക്ക് കർവുകൾ വരയ്ക്കാവുന്നതാണ്. എപ്പോൾ രാജ്യം വികസനത്തിന്റെ പാതയിലേക്ക് മാറി, ഒത്തിരിയേറെ വികസന പ്രക്രിയകൾ വന്നു, റിസോഴ്സ് ഒത്തിരിയേറെ വന്നു. അങ്ങനെ PPCയുടെ മുകളിൽ എന്ന് പറഞ്ഞാൽ വലതുവശത്തേക്ക് ഇങ്ങനെ കർവ് വന്നു കഴിയുമ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഗ്രോത്ത് ആണ്, വികസനമാണ്, ഗ്രോത്ത് ഓഫ് ദി എക്കോണമിയാണ്, മറന്നു പോകരുത്. അതേപോലെ തന്നെ കോവിഡിന്റെ പശ്ചാത്തലം വരുന്നു, പലതരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നു, പണപ്പെരുപ്പം വരുന്നു. ഇങ്ങനെയൊക്കെ വന്ന് എക്കണോമി വീണ്ടും വികസിതമില്ലാത്ത രീതിയിലേക്ക് താഴുമ്പോൾ, ഡിപ്ലേഷൻ സംഭവിക്കുമ്പോൾ, ശോഷണം സംഭവിക്കുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഇതിന്റെ താഴെയുള്ള ഈ കർവാണ്. ഇതിന്റെ താഴെയുള്ള ഈ കർവ് ഡിപ്ലേഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിന് മുകളിൽ PPC ആണ് അടിസ്ഥാന കർവ്. എനി പോയിന്റ് ഓൺ ദ PPC or any combination on the PPC, that is fuller utilization of resource. Any point rightward of the PPC, that is growth of the economy. Any point
or any curve leftward of the PPC, that is depletion. Any point under the PPC, that is underutilization. 4 കാര്യങ്ങൾ ഓർമ്മ വെക്കണം. കുട്ടികളെ നന്നായി ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് നമ്മൾ പറയുന്നത്. നേരത്തെ പറഞ്ഞു, ഒന്നും കൂടി മലയാളത്തിൽ പറഞ്ഞു തരികയാണ്. ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഉൽപാദന സാധ്യത വക്രം. ഇവിടെ ഇതാണ് പരമാവധി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന റിസോഴ്സ് ഉള്ള വക്രം എന്ന് തന്നെ പറയാം. റിസോഴ്സ് പരമാവധി ഉപയോഗിക്കുന്നത്, ലഭ്യമായ വസ്തുക്കളുടെ പരമാവധി ഉപയോഗം നടക്കുന്ന പോയിന്റുകളാണ് ഇതിലുള്ളത്. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഉൽപാദന സാധ്യത വക്രം, ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇതിന്റെ റൈറ്റ് വലതുവശത്ത് രാജ്യം പുരോഗതി പ്രാപിക്കുന്നു, ഒത്തിരിയേറെ വിഭവങ്ങൾ ഉണ്ടാകുന്നു, കോവിഡിന്റെ കാര്യങ്ങളൊക്കെ മാറി നിൽക്കുന്നു, വികസനത്തിന്റെ പാതയിൽ നീങ്ങുമ്പോൾ ഈ കർവ് നമുക്ക് മുകളിലോട്ട് ആയിട്ട് കാണിക്കാം. പരമാവധിയുടെയും മുകളിൽ ഉൽപാദനം നടത്താൻ കഴിയും. ഇതാണ് ഗ്രോത്ത് എന്ന് പറയുന്നു, വളർച്ച എന്ന് പറയുന്നു. ഇതേപോലെ തന്നെ ഈ ഫുള്ളർ യൂട്ടിലൈസേഷന് താഴോട്ടും വരാം. കോവിഡും അതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ പലതരത്തില് രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റാതെയായി മാറും. അതാണ് ഡിപ്ലേഷൻ അല്ലെങ്കിൽ ശോഷണം. ഇത് സൂചിപ്പിക്കുന്ന കർവാണ് PPCയുടെ ഇടതുവശം സൂചിപ്പിക്കും. PPCയുടെ താഴെ നമ്മൾ ഒത്തിരിയേറെ പോയിന്റുകൾ, ഒരു പോയിന്റ് അല്ല, KMN, ഏത് പോയിന്റ് വേണമെങ്കിലും നമുക്കിവിടെ രേഖപ്പെടുത്താം. ഇത് സൂചിപ്പിക്കുന്നത് ലഭ്യമായ വസ്തുക്കൾ പരമാവധി ഉപയോഗിച്ചിട്ടില്ല. ഇവിടം വരെ ഇത്രയും ഉപയോഗിക്കാമായിരുന്നു, Y ഇത്രയും ഉപയോഗിക്കാമായിരുന്നു, അവസാനം X ഇത്രയും ഉപയോഗിക്കാമായിരുന്നു, ഉപയോഗിക്കാതെ ഇവിടെ നിൽക്കുകയാണ്. ഇതിന് പറയുന്നത് ഉപയോഗിക്കാത്ത അവസ്ഥ, അണ്ടർ യൂട്ടിലൈസേഷൻ എന്നും പറയും. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിൽ വയ്ക്കുക. Now we are going to study about the next small topic, organization of economic activities. അതായത് വിവിധ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്, എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുന്നു എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. വിവിധ സാമ്പത്തിക വ്യവസ്ഥിതികളുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം അത് പഠിച്ചതാണ്. ഏതൊക്കെയാ? ക്യാപിറ്റലിസം, മുതലാളിത്തം, സോഷ്യലിസം, അതേപോലെ മിക്സഡ് എക്കോണമി, മിശ്രിത സമ്പദ് വ്യവസ്ഥ. ഇവയിൽ ഈ സാമ്പത്തിക വ്യവസ്ഥിതികളിൽ എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും? അതിൽ ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കോണമി വീണ്ടും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും ഒന്നുകൂടെ പറയുകയാണ്. ക്യാപിറ്റലിസം, all factors of production under the control of a single individual, that is capitalism. All factors of production under the control of a society, that is socialism. All factors of production, land, labor, capital, organization under the control of both capitalist and government, that is mixed economy. എല്ലാ ഉൽപാദന ഘടകങ്ങളും ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന്റെ കയ്യിൽ അല്ലെങ്കിൽ മുതലാളിയുടെ കയ്യിലാവുമ്പോൾ അത് മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയാകുന്നു. അത് ഗവൺമെന്റിന്റെ കയ്യിൽ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കയ്യിലാവുമ്പോൾ അത് സോഷ്യലിസം ആകുന്നു. അത് സോഷ്യലിസം അതുപോലെ ക്യാപിറ്റലിസം, അത് രണ്ടും കൂടെ മിക്സ്ചർ ആയിട്ട് വരുമ്പോൾ, എന്ന് വെച്ചാൽ ഉൽപാദന ഘടകങ്ങള് ഗവൺമെന്റിന്റെയും സ്വകാര്യ മേഖലയുടെയും കൈകളിൽ ഒന്നിച്ചു വരുമ്പോൾ അത് മിശ്രിത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാവും. ഉദാഹരണം ഇന്ത്യ. നമുക്കറിയാം, പ്രൈവറ്റ് ബസ് ഉണ്ട്, സ്റ്റേറ്റ് ബസ് ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, സർക്കാർ ഹോസ്പിറ്റൽസ് ഉണ്ട്, പ്രൈവറ്റ് സ്കൂളുണ്ട്, ഗവൺമെന്റ് സ്കൂളുണ്ട്. അപ്പോൾ ഇവിടെ സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും പങ്ക് കൊടുക്കുന്നു, തുല്യ പങ്കാളിത്തം കൊടുക്കുന്നു. അത് മിശ്രിത സമ്പദ് വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥകളിൽ എങ്ങനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്ന്. അപ്പോൾ സോഷ്യലിസ്റ്റ് എക്കോണമിക് എന്ന് പറയുന്നത് സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്നാണ്.
ക്യാപിറ്റലിസ്റ്റിന് എക്കണോമിക്ക് മാർക്കറ്റ് എക്കോണമി എന്ന് പറയും. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുന്നു? അവിടെ മാർക്കറ്റ് എക്കോണമി, മാർക്കറ്റ് വ്യവസ്ഥിതി അനുസരിച്ചാണ് ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രൈസ് മെക്കാനിസമാണ് ഇവിടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഡിമാൻഡ് സപ്ലൈ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള കാര്യം ക്യാപിറ്റലിസ്റ്റ് തീരുമാനിക്കുന്നു. ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ള കാര്യം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി ആയിരിക്കും അവിടെ ഉപയോഗിക്കുക. അങ്ങനെ ആ കാര്യങ്ങൾ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. ഇനി ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? അത് ആവശ്യക്കാർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, കഴിവുള്ളവർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം തന്നെ. സോഷ്യലിസ്റ്റ് സൊസൈറ്റിയിലാകുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. വാട്ട് പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം? ജനങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കണം. പണമില്ലാത്തവരാണെങ്കിലും അവിടെ പട്ടിണി കിടക്കാൻ പാടില്ല. ആൾ ഫോർ ഈച്ച് ആൻഡ് ഈച്ച് ഫോർ ആൾ, അതാണ് സോഷ്യലിസത്തിന്റെ മുദ്രാവാക്യം. അപ്പോൾ അവിടെ എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി, ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി എന്നുള്ളതാണ് സിദ്ധാന്തം പറയുന്നത്. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം? അവിടെ സ്വാഭാവികമായിട്ടും ലേബർ ഇന്റൻസീവ് ടെക്നോളജിയാണ്. കാരണം തൊഴിലാളികൾക്ക് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഫോർ ഹും ടു പ്രൊഡ്യൂസ്, അത്യാവശ്യക്കാരന് എല്ലാവർക്കും ഉൽപ്പാദിപ്പിക്കുന്നു കൊടുക്കുന്നു. മിക്സഡ് എക്കോണമിയിൽ ക്യാപിറ്റലിസ്റ്റിന്റെയും അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും നല്ല വശങ്ങൾ കൂട്ടിച്ചേർന്ന് മിക്സ്ചർ ആയിട്ടുള്ളതാണ് മിക്സഡ് എക്കോണമി, മിശ്രിത സമ്പദ് വ്യവസ്ഥ. നമുക്കറിയാം. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വെക്കണം. ഒരു ചെറിയ ടോപ്പിക്ക് കൂടെ എടുത്തിച്ച് നമുക്ക് പാഠം ഇവിടെ തീരുന്നു. അത് പോസിറ്റീവ് എക്കണോമി ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്നുള്ളതാണ്. ഓക്കെ, now we are going to study the last portion of this topic, that is positive and normative economy. പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ് വളരെ സിമ്പിൾ ആണ്. നന്നായി ശ്രദ്ധിക്കുക. 2 പോയിന്റുകൾ മാത്രമേ ഇവിടെയുള്ളൂ. പോസിറ്റീവ് എക്കണോമി പറയുന്നത് ഒരു എക്കണോമി എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, ഒരു എക്കണോമി എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, അതായത് വാട്ട് ഈസ്, അതാണ് പോസിറ്റീവ് എക്കണോമി. ആ യാഥാർത്ഥ്യമാണ് ഇവിടെ പറയുന്നത്. ഒരു എക്കണോമി എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് വിശകലനം ചെയ്യുന്നു എന്ന് വെച്ചാൽ വാട്ട് ഈസ് എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ് വരുന്നത്. നോർമേറ്റീവ് എക്കണോമിയിൽ പറയുന്നത് ഒരു എക്കണോമി എങ്ങനെ ഫങ്ഷൻ ചെയ്യണം, വാട്ട് ought to be, what must be, or what should be. അപ്പോൾ ഒരു എക്കണോമി എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് വിശകലനം ചെയ്യുന്നു പോസിറ്റീവ് എക്കണോമി, അതായത് വാട്ട് ഈസ്. ഒരു എക്കണോമി എങ്ങനെ ഫങ്ഷൻ ചെയ്യണം എന്ന് വിശകലനം ചെയ്യുന്നു നോർമേറ്റീവ് എക്കണോമി. വാട്ട് മസ്റ്റ് ബി, വാട്ട് ഷുഡ് ബി ആൻഡ് വാട്ട് വുഡ് ടു ബി എന്നതിൻ്റെ ഉത്തരം, അതാണ് നോർമേറ്റീവ് എക്കണോമിയിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ 2ാം വർഷ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിലെ മൈക്രോയിൽ 1ാം പാഠത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. നിങ്ങൾ നന്നായി പഠിക്കണം. കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നുമായി നമ്മൾ ഇത്രയും കാര്യങ്ങൾ എടുത്തു. ഇത് നിങ്ങൾ നന്നായി പഠിച്ച് നിങ്ങളുടെ മനസ്സിൽ പതിക്കണം. ഇത് ഡിഗ്രി ക്ലാസ്സുകളിലേക്കും ഉയർന്ന ക്ലാസ്സുകളിലേക്കും വളരെ ഫലപ്രദമായ അടിസ്ഥാനമാണ്, ബേസിക് പ്രോബ്ലംസ് തന്നെയാണിത്. ഇതോടൊപ്പം നിങ്ങൾക്ക് അല്പം അസൈൻമെന്റും കൂടെ തരും. ആ അസൈൻമെന്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിലെ അസൈൻമെന്റും ചെയ്ത് അത് റിവിഷൻ നടത്തി നിങ്ങളുടെ മനസ്സിൽ പതിച്ചു വയ്ക്കുക. നാളത്തേക്ക് വെക്കരുത്, ഇന്ന് തന്നെ ചെയ്യുക. ചൈനീസ് പഴമൊഴി നിങ്ങൾ മറന്നു പോകരുത്. ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുക, നാളെ ചെയ്യാനുള്ളതും കൂടെ ഇന്ന് ചെയ്യുക. അതോടൊപ്പം ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് ഇറ്റ് സ്കേഴ്സ് റിസോഴ്സ്, ആ കാര്യം എപ്പോഴും ഓർമ്മ വെക്കുക. ദി എസൻസ് ഓഫ് ദി എക്കണോമി, the essence of the economics,
മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ മറന്നുപോകരുത്. എല്ലാ വേളയിലും അത് പ്രാവർത്തികമാക്കണം. ലഭ്യമായ വസ്തുക്കളുടെ പരമാവധി വിനിയോഗം നല്ല രീതിയിൽ ആ അർത്ഥത്തെ തന്നെ ഇതിലെടുത്ത് നിങ്ങൾ മികച്ചവരിൽ മികച്ചവരായി 80-ൽ 80 മാർക്ക്, അതായത് 100-ൽ 100% മാർക്ക് തന്നെ മേടിച്ച് നിങ്ങളുടെ നാടിനും നിങ്ങളുടെ വീടിനും നിങ്ങളുടെ ദേശത്തിനും നമ്മുടെ രാജ്യത്തിനും മുതൽക്കൂട്ടായി ഏത് മേഖലയിലായാലും പ്രശോഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ അസൈൻമെന്റ്, തുടർന്ന് വരുന്ന അസൈൻമെന്റുകളെല്ലാം തന്നെ ചെയ്ത് നിങ്ങൾ ഭംഗിയായി പഠിക്കുക. താങ്ക് യു.